മെയ് മാസത്തെ കൂട്ടായ്മ സ്നേഹതീരം കുടുംബാംഗങ്ങൾ എല്ലാവരും ഒത്തുചേർന്ന് ചർച്ചകൾ നടത്താനും വിശേഷങ്ങൾ പങ്കുവയ്ക്കുവാനും കിട്ടുന്ന ഒരവസ്ഥ. ഇന്നലെ നിമിഷം നമുക്കേവർക്കും സന്തോഷത്തോടെ ആയിരിക്കാം. ഇന്നത്തെ ഈ മീറ്റിംഗിലേക്ക് എത്തിച്ചേർന്ന ഈ ബഹുമാനപ്പെട്ട അച്ഛനമ്മമാർക്ക് ഹാർദവമായ സ്വാഗതം. സ്നേഹതീരം കുടുംബാംഗങ്ങൾ ആയിരിക്കുന്ന ഏവരും ഒരേ മനസ്സോടെ നമ്മളുടെ കൂട്ടായ്മയിൽ പങ്കുചേരുന്നു എന്നതാണ് സന്തോഷം. അതിനായി സ്നേഹതീരത്തിൻ്റെ സഹപ്രവർത്തകർ യോഗാധ്യക്ഷൻ ശ്രീ മുരുകൻ സാർ, സ്നേഹതീരം മെമ്പർ ശ്രീ സുധീർ, മറ്റു അതിഥികൾക്ക് ഈ യോഗത്തിലേക്ക് ഹാർദവമായ സ്വാഗതം. എല്ലാവരും സ്വന്തം മനസ്സോടെ സമാധാനത്തോടെ സൗകര്യത്തോടെ എല്ലാവരുമായിട്ട് സൗഹൃദം പുലർത്തുക. അത് തന്നെ നമ്മുടെ ആരോഗ്യത്തിന് വളരെ 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 നല്ലതാണ്. അപ്പോൾ നമ്മുടെ മനസ്സിൻ്റെ സന്തോഷമാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ മാർഗം. അപ്പോൾ അതുകൊണ്ട് നമ്മളെല്ലാവരും നമ്മുടേതായ കാര്യങ്ങളിൽ ശ്രദ്ധ പതിപ്പിക്കുകയും നമുക്ക് തമ്മിൽ സംസാരിക്കാൻ നമ്മുടെ സൗഹൃദത്തെ പങ്കുവെക്കാനുള്ള അവസരം നമ്മൾ വേണ്ട രീതിയിൽ ഉപയോഗിക്കുന്നത്. മീറ്റിംഗ് ഇല്ലാത്ത അവസരത്തിലാണെങ്കിലും പറയുന്നത് നമ്മുടെ സംസ്കാരമാണ് നമ്മുടെ ബ്രെയിനെ നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകുന്നത്. ഓർമ്മശക്തി കൂട്ടാൻ നമ്മുടെ സംസ്കാരശക്തി വർദ്ധിപ്പിക്കുന്നവർക്ക് സാധിക്കും എന്നാണ് ചർച്ചകൾ. അപ്പോൾ നമ്മൾ കൂടുതൽ സംസാരിക്കുക നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ മറ്റു കാര്യങ്ങൾ കേൾക്കുകയും അതിനനുസരിച്ചിട്ടുള്ള സംസാരങ്ങൾ ഉണ്ടാവുകയും നമ്മുടെ മനസ്സിനെ സംതൃപ്തിപ്പെടുത്തുകയും ചെയ്യുകയാണെങ്കിൽ അവർക്ക് ഏറ്റവും നല്ല രീതിയിൽ നമ്മുടെ കാര്യങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകാൻ നമ്മളെ കൊണ്ട് കഴിയാവുന്ന എല്ലാ രീതിയിലുള്ള ബന്ധങ്ങൾ നല്ല രീതിയിൽ പ്രവർത്തിപ്പിക്കുവാനുള്ള സാമർഥ്യം നമുക്കുണ്ടാകണം. അതിനുവേണ്ടി നമ്മൾ പ്രവർത്തിക്കണം. നമ്മളെല്ലാവരുമായി യോജിച്ചു പോകാവുന്ന രീതിയിലുള്ള സൗഹൃദബന്ധങ്ങൾ ഉണ്ടാക്കണം. അതാണ് നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും വലിയ ആഗ്രഹം. പിന്നെ പിന്നെ കാറ്റുമതേറ്റു ചൊല്ലി പേരു പറഞ്ഞിട്ടും നെഞ്ചു തുറന്നിട്ടും കൂട്ടരും കൈവെടിഞ്ഞു. പിന്നെ പാവം കൂട്ടിൽ തളർന്നിരുന്നു. ആരാരോ ദൂരത്താരാരോ ആരിൻ കുമ്പത്തൊരു കുടിൽ ആലോലം ചിരിച്ചു. ഒരുപാട് നാളത്തെ ആഗ്രഹവും സ്വപ്നവും എല്ലാം കൂടെ ചേരുന്നതാണ് പുതിയ ബിൽഡിംഗ്. മിക്ക ഇമേജും ചോദിക്കുന്നതാണ് നമ്മുടെ പുതിയ ബിൽഡിങ്ങിന്റെ വാർത്ത എന്താണ്. ദൈവത്തിന്റെ നിശ്ചയമാകും നമ്മൾക്ക് തുടങ്ങാൻ സാധിച്ചു.
ഇനി മുന്നോട്ടുള്ള ആളുകൾ എത്രയും വേഗത്തിൽ കെട്ടിടം പണി പൂർത്തിയാകുവാൻ വേണ്ടി നമ്മളുടെ പ്രയത്നമാണ്. അതിനായി നമ്മൾ എല്ലാവർക്കും ചെയ്യാവുന്നത് എന്താണ്? ഈശ്വരനോട് പ്രാർത്ഥിക്കലാണ്. ഒരു തടസ്സവും കൂടാതെ നമ്മുടെ ആ കെട്ടിടത്തിൻ്റെ ജോലികൾ പൂർത്തീകരിക്കുവാൻ എല്ലാവരുടെയും മനസ്സ് കൂടെ ഉണ്ടാകണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ അവസരം. നമ്മളുടെ കാർത്തിയാനി അമ്മ അല്ലേ? കാർത്തോമ്മ ഒരു പാട്ട് പാട്ട് കേൾക്കാം. കൂടെ തിരിക്കാൻ ആയിരം പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിൽ മാത്രം വരും. സുഖമൊരു നാൾ ഇരുന്നുകാരൻ, ദുഃഖമോ പിരിയാത്ത സ്വന്തക്കാരൻ, തിരികുമ്പോൾ കൂടെ ചിരിക്കാൻ ആയിരം പേർ വരും, കരയുമ്പോൾ കൂടെ കരയാൻ നിന്നിൽ മാത്രം വരും. നേരത്തെ തുടക്കത്തിൽ തന്നെ സെക്രട്ടറി പറഞ്ഞ സന്തോഷത്തെ കുറിച്ച് പറഞ്ഞു. സന്തോഷം എന്ന് പറയുന്നത് കുറേ കാശുണ്ടായതുകൊണ്ടോ അല്ലെങ്കിൽ കുറേ സൗകര്യങ്ങൾ ഉണ്ടായതുകൊണ്ടോ ഉണ്ടാകുന്നതെന്നല്ല. ഞാനെൻ്റെ ഒരു അനുഭവമാണ് പറയുന്നത്. ഞാനൊരിക്കലും വളരെ മൂടോട്ടായിട്ടൊരു പ്രശ്നമായിട്ട് പറഞ്ഞൊരു സ്റ്റാൻഡിങ് വളരെ സങ്കടപ്പെട്ടിരിക്കുമ്പോൾ കണ്ടൊരു കാഴ്ച എന്ന് വെച്ചിട്ട് ഭിക്ഷക്കാരായ കുട്ടികളെ എവിടെ നിന്നൊക്കെ ആരൊക്കെ തട്ടിക്കൊണ്ട് വന്നിട്ട് അവർക്കൊരു ഗ്യാങ്ങുണ്ട്. അവിടെ കൊണ്ട് താമസിപ്പിച്ചിട്ട് വൈകുന്നേരം ആകുമ്പോൾ അവർ പറയുന്ന കളക്ഷൻ കൊടുത്തില്ലെങ്കിൽ ഉപദ്രവം സഹിക്കേണ്ട അത്ര അവസ്ഥയിൽ കഴിയുന്ന കുട്ടികൾ, ഇവരെല്ലാം കൂടെ ഓടിക്കളിച്ച് ചിരിച്ച് കളിച്ച് സന്തോഷിച്ച് നടക്കണം. അപ്പോഴാണ് ഞാൻ ആലോചിച്ചത്, എനിക്കെല്ലാവരും ഉണ്ട്, അത്യാവശ്യം ജീവിക്കാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട്, പിന്നെ ഞാനെന്തിനാണ് ഇത്ര ദുഃഖിച്ചിരിക്കുന്നത്? അപ്പോൾ എനിക്ക് നിങ്ങളോട് ഇതേ പറയാനുള്ളൂ, ഏതൊരു സാഹചര്യത്തിലും നമുക്ക് സന്തോഷം കണ്ടെത്താൻ പറ്റും, അത് നമ്മളാണ് കണ്ടെത്തേണ്ടത്. എല്ലാവരും സന്തോഷത്തോടെ തന്നെ ആവണം എന്നാണ് എൻ്റെ ആഗ്രഹം. നമ്മളൊരു കുടുംബമാണിത്, ഇതൊരു ഓൾറെഡി പോകുമ്പോൾ ഞാൻ ഒരിക്കലും പറയുന്നില്ല. നമ്മുടെ കുടുംബത്തിലെ നമ്മൾ ഓരോരുത്തരും നമ്മളെ എന്തെങ്കിലും കുറവുകളോ ഉണ്ടെങ്കിൽ എല്ലാവരും അത് സ്നേഹപൂർവ്വം പറഞ്ഞ് തിരുത്തുക എന്നതോടാണ് എൻ്റെ ഒരു പോളിസി. എന്തെങ്കിലും ഉണ്ടെങ്കിൽ പറയുക, എല്ലാവർക്കും പറയാനുള്ള അവകാശമുണ്ട്. പക്ഷെ അത് സ്നേഹത്തോടുകൂടി ആവുമ്പോൾ കുറച്ചുകൂടെ മനോഹരമാകും എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം ഒരു ചതുപ്പ് നിലത്ത് നമ്മളൊരു മനോഹര പൂന്തോട്ടം ഉണ്ടാക്കുന്നതാണോ ഭംഗി, അതോ ഒരു സ്ക്വയറായി നല്ലൊരു ഭൂമിയിൽ ഒരു പൂന്തോട്ടം ഉണ്ടാക്കുന്നതാണോ ഭംഗി? എപ്പോഴും നമ്മൾ ചിന്തിക്കുന്നത് ചെളി പിടിച്ച ഒരു സ്ഥലത്തെ നമ്മൾ മനോഹരമായി പൂന്തോട്ടമാക്കി എത്തുമ്പോഴാണ് നമ്മുടെ ആ മനോഹാരിത നമുക്ക് ആസ്വദിക്കാൻ പറ്റുന്നത്. ഞാൻ എല്ലാവരെയും സ്നേഹിക്കുന്നു. ഞങ്ങൾ ഓരോരുത്തരും നിങ്ങളോടൊപ്പമുണ്ട്. താങ്ക് യു സോ മച്ച്. യോഗയൊക്കെ ചെയ്ത ആളാണ്. പിന്നെ കോവിഡൊക്കെ വന്ന ശേഷം അത് സ്ലോ ആയി. ശരിക്കും പറഞ്ഞാൽ ആ യോഗ ചെയ്തിരുന്ന സമയത്ത് എനിക്കിപ്പോ എത്ര വയസ്സുണ്ടെന്നുള്ള ഉള്ളവർക്കറിയാമോ? എനിക്ക് ശരിക്കും 58-59 വയസ്സുണ്ട്. പക്ഷെ മരം കയറണമെങ്കിൽ മരം കയറില്ല.
ഇങ്ങനെയൊക്കെ ചെയ്യുന്ന ആളാണ്. അപ്പൊ യോഗയുടെ ഗുണമാണ്. നമ്മുടെ കോവിഡിനൊക്കെ ശേഷം യോഗ ചെയ്തതൊക്കെ കുറച്ച് സ്ലോ ആയിട്ടുണ്ട്. അപ്പൊ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകൾ എനിക്കുണ്ട്. എന്നാലും ഞാൻ ചെയ്യാൻ പോകുന്നെങ്കിൽ വീട്ടിൽ ചെറിയ രീതിയിലൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പൊ യോഗ ചെയ്താൽ നമ്മളൊന്നും സ്മാർട്ടായിട്ടിരിക്കും, മെന്റലിയും ഫിസിക്കലും എല്ലാം ഹാപ്പി ആയിട്ടിരിക്കും. എനിക്ക് അതേ പറയാനുള്ളൂ. പതിനാറാണ് 16. ക്ഷേത്രത്തിരിക്കുന്നത് സർവേശ്വരമ സുഭദ്രാമ സെക്കൻഡ് പ്രൈസിന്റെ രണ്ടക്കമുണ്ട്, ഒരെണ്ണം 7ആണ്. അതിന്റെ കൂടെ വേറെ ഒരെണ്ണം കൂടിയുണ്ട്. കാര്യങ്ങളുണ്ടോ? രണ്ടെണ്ണം ഇല്ലെങ്കിൽ ഒരെണ്ണമുള്ള അവർക്ക് കൊടുക്കാൻ പറ്റുമെങ്കിൽ ഒന്നും കൂടിയുണ്ട്. 71ആണ്. സെക്കൻഡ് പ്രൈസ് അടിച്ചിരിക്കുന്ന 71. മനുവനാണ് 71. നല്ല കൈയടി. ഞാനിവിടെ എഴുതുന്നല്ല, എനിക്ക് ഫസ്റ്റ് പ്രൈസ് കിട്ടണമെന്നുള്ള നിർബന്ധമാണ്. എനിക്കല്ല എഴുതല്ല. ഫസ്റ്റ് പ്രൈസിന്റെ നമ്പറാണ് വന്നിരിക്കുന്നത്. ഒരു 1 ഉണ്ട് കൂടെ, അതിൻ്റെ കൂടെ വേറൊരു അക്കവും പോയി. 10 2 കൊണ്ട് അരിച്ചു കഴിഞ്ഞാൽ കിട്ടും. 51 51 അല്ലേ? കൊച്ചുമോളാൻ്റെ അല്ലേ? എല്ലാവർക്കും നമസ്കാരം. നമ്മുടെ സ്ഥിരമായി എല്ലാ മാസവും ആദ്യത്തെ സത്യങ്ങളാണ് ഫസ്റ്റ് നമ്മുടെ സ്നേഹജീവിതത്തിൽ എല്ലാവരെയും കൂടിയുള്ള മീറ്റിംഗ് ഇന്നും പതിവായി നല്ല ആഘോഷത്തോടെ തന്നെ നടന്നു. പതിപോലെയുള്ള അതിന് മുൻപ് പൈസ കിട്ടിയിട്ടുണ്ട്. സാറിന് പൈസ കൊടുക്കുന്നതായിരിക്കും. ഏതായാലും ട്രസ്റ്റിൻ്റെ എല്ലാവരും നമ്മുടെ സ്നേഹത്തിലെ ഇമേജ് എല്ലാവരും തന്നെ നേരത്തെ തന്നെ താഴെ വന്ന് ഈ മീറ്റിങ്ങിൽ പങ്കെടുത്തതിനും സാറിനും മുരുകൻ സാറിനും എപ്പോഴും നമ്മുടെ മീറ്റിങ്ങിൽ പങ്കെടുക്കാറുള്ള സാറിൻ്റെ വൈഫ് പിള്ളേരുടെ മമ്മി ഇതുവരെ ഒന്നും വന്നിട്ടില്ല. നല്ല സുഖമില്ലാത്തതുകൊണ്ടാണ് വരാതിരുന്നതെന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്ക് എല്ലാവർക്കും
എത്രയും വേഗം സുഖമാകാൻ വേണ്ടി പ്രാർത്ഥിക്കാം. ഏതായാലും ഈ ഒരു മീറ്റിംഗിൽ സംബന്ധിച്ച എല്ലാവർക്കും എൻ്റെ പേരിലും സ്നേഹത്തിൻ്റെ പേരിലും നന്ദി പറയുന്നു. സുഭദ്രാമയ്ക്കാണ്. നല്ല കൈയടി. സെക്കൻഡ് പ്രൈസ് മനു. അഭിനന്ദനങ്ങൾ. ഫസ്റ്റ് പ്രൈസ് കൊച്ചുമോളാഞ്ചി. അഭിനന്ദനങ്ങൾ. നമ്മുടെ യോഗ അവസാനിപ്പിച്ചിരിക്കുന്നു.